ആദ്യമായിട്ടേ UKG ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, നിന്റെ മുന്നിൽ ഒരാൾ വിശന്നിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി ലഞ്ച് ബോക്സ് കൊണ്ടുവരാതെ വന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിശന്നിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ലഞ്ച് ബോക്സ് എടുത്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്നും ഉണ്ടാവണം എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം കീപ്പ് ചെയ്തിട്ടുള്ള ഒരു അഡ്വൈസ് ഒരു പക്ഷെ അതായിരിക്കാം. വേറെ എന്തൊക്കെ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം ഞാൻ ഇന്ന് വരെ മറന്നിട്ടില്ല, കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എൻ്റെ മുന്നിൽ ഒരാളും വിശന്നിരുന്നിട്ടില്ല എന്നുള്ള കാര്യം. എൻ്റെ കയ്യിൽ 10 രൂപയുള്ളെങ്കിൽ പോലും അത് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ മെട്രോയിൽ എങ്ങോട്ടോ തിരക്ക് പിടിച്ച് പോവാണ്. അപ്പം സ്റ്റേഷനിൽ നിന്ന് ഒരു 40-50 വയസ്സൊക്കെ ഉണ്ടാവും കേട്ടോ ഒരാള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എനിക്ക് എന്താ പറയുക മെട്രോയിലാണെങ്കിൽ അങ്ങോട്ട് എത്താനുള്ള പൈസ ഇല്ല, എന്താ ചെയ്യാന്ന് ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്, എന്താ ഞാൻ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കാർഡ് അങ്ങോട്ട് തരീന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ കാർഡ് വാങ്ങിയിട്ട് ചെയ്തു കൊടുത്തു, റീചാർജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആളിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, മോളെ മോൾക്ക് ജോലി ഉണ്ടോ, എന്താ അവസ്ഥ, 20 രൂപ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പൈസ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ സാധനമല്ലേ ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മാതിരി സന്തോഷം അന്ന് കിട്ടിയോ. ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, എന്താണെന്നറിയില്ല ഇപ്പം അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ദുബായിൽ വന്നിറങ്ങിയ സമയത്ത് എന്നോട് ആദ്യം എല്ലാവരും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ്, ഒരാളെ ഇവിടെ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരെയും, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ, നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അതിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ ബീഹാറിൽ ഒരു ഇഫ്താർ നടത്തി, ഒരു 200ഓളം മനുഷ്യർക്ക് നമ്മളൊരു അടിപൊളിയായിട്ട് ഇഫ്താർ നടത്തി. നമ്മളെ ഹുദവി സുഹൃത്തുക്കൾ, അനീസ് ഹുദവി, അനസ് ഹുദവി, അങ്ങനെ കുറേ മനുഷ്യന്മാരാണ് ഇത് നടത്തി തന്നത്, കോർഡിനേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടപ്പം, അല്ലെങ്കിൽ അവിടുന്ന് വന്ന വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടാണുള്ളത്. അല്ലെങ്കിൽ അത്ര മനോഹരമായിട്ടാണ് അവരത് അവിടെ കോർഡിനേറ്റ് ചെയ്തത്. കുറേ മനുഷ്യരുടെ ചിരി. ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ ഒരു മിഠായി കൊടുക്കുമ്പോൾ പോലും അതിന് എത്രത്തോളം വലിയ പ്രാധാന്യത്തോടെയാണ് അവർ കാണുന്നത് എന്ന് അറിയുന്നത് കൊണ്ടുകൂടിയാണത്. എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇത് നിങ്ങളെല്ലാവരുമാണ് എനിക്ക് സാധിപ്പിച്ചു തന്നത്. അതിന് ഒരു വലിയ നന്ദിയോടെ പറഞ്ഞു വെക്കാണ്. ഇനിയും ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം. ഞാൻ ആ വീഡിയോ അറ്റാച്ച് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടോക്കി അഭിപ്രായങ്ങൾ അറിയിക്കും.